എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എൻജിൻ്റെ കാര്യത്തെക്കുറിച്ച് കുറച്ച് പറയാൻ പോകണമായിരുന്നു. നല്ലൊരു സീനിക് സ്പോട്ട് കിട്ടി. കുറച്ചേരം ഇവിടെ നിൽക്കുകയായിരുന്നു. ഇത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് താഴെയായിട്ട് വരും. കൊള്ളാം, നല്ല സെറ്റ് സ്ഥലം കേട്ടോ. ഇവിടെ എന്തോ ഒരു ചെറിയൊരു വഴി കിടക്കുന്നുണ്ട്. എങ്ങോട്ടാണോ എന്തോ പോകണം. ഒരു ദിവസം ഇങ്ങോട്ട് വരേണ്ടി വരും. ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വന്നിരുന്നാൽ അവിടെ മൊത്തം ആൾ തന്നെ. ഇവിടെ നിന്ന് അധികം ആൾക്കാർ വരാത്തതാണ്. ഇപ്പോൾ ഇന്ന് പൊങ്കാല ദിവസമാണ്. ഇന്ന് അതിൻ്റെ അത്ര തിരക്ക് കാണും. ട്രാഫിക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ ഇത് വഴി കൂടെ പോകുന്നുണ്ട്. അധികം ആൾക്കാരുണ്ട് ഇവിടെ. നല്ല സെറ്റ് സ്ഥലം കേട്ടോ. നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ ഇവിടെ നിന്ന് പറയാൻ പോണ ഇതിൻ്റെ എൻജിൻ സൗണ്ടിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. ആദ്യത്തെ 3 ഗിയർ ഇതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റിയെന്ന്. അത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പ്രാക്ടിക്കലി കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് വലിക്കുന്നതാണ്. ഇത് അധികം പെട്രോൾ സേവ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ. അധികം നിങ്ങൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പം മൈലേജിൻ്റെ കാര്യം അധികം നോക്കേണ്ടി വരത്തില്ല. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിലാണ് ഓടുന്നത്. ഒരു 30-35 ഒക്കെ എത്തുമ്പോഴത്തേക്കും ഇങ്ങനെ വലിക്കുന്ന സൗണ്ടാണ്. ഇത് എഞ്ചിന് കുറച്ച് പ്രശ്നമാണ്, എന്നാലും അത്ര പ്രശ്നമില്ല. കുറച്ച് ഓവറായിട്ട് ഇങ്ങനെ വലിപ്പിക്കാതിരുന്നാൽ. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ മെയിൻ റോഡിൽ കയറിയിട്ട് അതിൻ്റെ സൗണ്ട് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഒരു മാക്സിമം ഒരു 30 ഒക്കെ പോകാൻ പറ്റുള്ളൂ ഇവിടെയൊക്കെ. ചെറുതായിട്ടൊന്നൊരു NH കയറിയിട്ട് ഒന്ന് വലിച്ച് കാണിച്ചു തരാം. മൂന്നാമത്തെ ഗിയറിൽ ഒരു ഏകദേശം ഒരു 40-50 ഒക്കെ പോകുമ്പോൾ ഒരു നല്ലൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാൻ ഭയങ്കര സുഖമാണ്. ഞാൻ ഇന്നലെ മൊത്തം ഞാൻ പാളയത്തായിരുന്നു. ഞാൻ പാളയത്ത് കിടന്ന് കുറേ ഓടി. ഓൾമോസ്റ്റ് ഒരു 10-20 കിലോമീറ്റർ ഓടിച്ചപ്പോഴത്തേക്കും നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഇന്നലെ പൊങ്കാലയൊക്കെ ആയതുകൊണ്ട്. ഇന്നാണ് ആക്ച്വലി ആറ്റുകാൽ പൊങ്കാല, ബട്ട് ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു അവിടെ. ഇന്നലെ ഞാൻ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ സെക്കൻഡ് ഗിയർ മാക്സിമം ഒരു 3rd ഗിയർ വരെ എനിക്ക് പോകാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ ചെയ്തപ്പോഴത്തേക്കുമാണ് ഈ സൗണ്ട് എനിക്ക് അധികം ഞാൻ നോട്ടീസ് ചെയ്തത്. നല്ലൊരു കേൾക്കാൻ പറ്റുന്നൊരു സുഖമുണ്ട് ഈ എൻജിൻ ഇങ്ങനെ ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ നോർമലായിട്ടാണ് പോകുന്നത്. സെക്കൻഡ് ഗിയറിലൊരു 20 അത് നമ്മൾ മര്യാദയ്ക്ക് ഓടിക്കുമ്പോൾ ഒരു ഫസ്റ്റ് ഗിയർ 10 കഴിയുമ്പം നമ്മൾ സെക്കൻഡ് ഗിയറിലോട്ട് പോകും. പിന്നെ സെക്കൻഡ് ഗിയറിൽ നിന്ന് 3rഡിലോട്ട് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 30 സ്പീഡ് കാണാം. ഇല്ലെങ്കിൽ വണ്ടി ചെറുതായിട്ട് ഒന്ന് സ്റ്റോളാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനെയല്ല. ഇത് 5th ഗിയറിൽ 25 വരെ ഞാൻ ഇട്ട് ഓടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എൻജിൻ കുറച്ച് നല്ല പവർഫുള്ളാണ്. ഈ 125cc സെഗ്മെൻറ്റിൽ ഒരു നല്ല വണ്ടി തന്നെയാണ് ഇത്. ഇപ്പോൾ ഇത് അധികം ഓടിക്കുമ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ എടുക്കാറില്ല. ചില ദിവസങ്ങളിൽ എനിക്ക് വണ്ടിയുടെ ആവശ്യം വരാത്തതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. അതുകൊണ്ട് 2-3 ദിവസമൊക്കെ ഇങ്ങനെ എടുക്കാതെ ഇങ്ങനെ വെച്ചേക്കും. എൻ്റെ ജിൻ വൈസർ ഓണാണ്. അതുകൊണ്ട് ഇപ്പോൾ റോഡിൽ വിസിബിലിറ്റി കുറച്ച് കുറവാണ്. ഞാൻ ഈ വൈസേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന അധികം ആൾക്കാരെ അധികം കാണിട്ടില്ല. ഇല്ലെങ്കിൽ ട്രാൻസ്പാരൻറ്റ് വൈസേഴ്സ് ആണെങ്കിൽ എല്ലാവരും ഡയറക്റ്റ് കണ്ണിലോട്ട് തന്നെ പോകും. ഞാൻ അത്ര ഇൻട്രോവേർട്ടൊന്നും അല്ല, എന്നാലും ബട്ട് ആൾക്കാർ മുഖത്തോട്ട് നോക്കുമ്പം എനിക്ക് അത്ര ഇഷ്ടമല്ല എന്തൊരു കാര്യം. താമര പൈകിളി പെണ്ണി
നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. മര്യാദയ്ക്ക് ഒരു നോർമൽ സൗണ്ടാണ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സാധാരണ എൻജിൻ അത്ര സ്ട്രെസ് ഇല്ലാത്തൊരു സൗണ്ടാണ് ഇപ്പോൾ കേൾക്കുന്നത്. അത് നമുക്ക് കേൾക്കാൻ കൊള്ളത്തില്ലെങ്കിലും എൻജിന് കാലാവധി കൂടുതൽ. ഇവിടെ അത്ര ബഹളങ്ങളോ അങ്ങനെ ഒന്നുമില്ല. സോ നമുക്ക് ഇവിടെ ഇട്ട് കാണിച്ചു തരാം. ഇത് പിന്നെ നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യാൻ പാടത്തില്ല. ഇത് എൻജിന് കുറച്ച് സ്ട്രെസ്സുള്ള കാര്യമായതുകൊണ്ടും അധികം ചെയ്യാൻ പാടില്ല. ഇത് നമ്മുടെ ഇതൊരു KCB നമ്മുടെ KCBയുടെ സ്ഥലമാണിത്. സോ ഇതേപോലത്തെ അങ്ങോട്ട് പള്ളിപ്പുറത്തിന് അങ്ങോട്ട് പോകുമ്പോഴും ഉണ്ട്. സോ ഇവിടുന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് എത്ര ഒരു 20 വരെയൊക്കെ പോയാൽ ഒരു വലിക്കുന്ന സൗണ്ട് കിട്ടും. പക്ഷെ അത്ര അതങ്ങനെ എപ്പോഴും ചെയ്യാൻ പാടില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം കാണിച്ചു തരുന്നതാണ്. സോ ഇത് ഫസ്റ്റ് ഗിയർ. സെക്കൻഡ് ഗിയറിൽ ആ സൗണ്ട് കേൾക്കാം. ഇത് കുറച്ച് വലിപ്പിക്കുന്നതാണ്. ബട്ട് എന്നാലും ആ സൗണ്ട് ചെറുതായിട്ട് കേൾക്കാൻ ചില ടൈമിൽ. ഇപ്പോൾ എൻജിൻ അത്ര വാമല്ല, അതുകൊണ്ടായിരിക്കും ഇന്നലെയൊക്കെ നല്ല കേൾക്കാൻ ഒരു സൂതിങ് സൗണ്ടായിരുന്നു. നല്ല ചെവിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സൗണ്ടായിരുന്നു. ഇപ്പം വണ്ടി അത്ര വാമല്ല. ഞാൻ ഇന്ന് വണ്ടി അധികം എടുത്തിട്ടില്ല. ഞാൻ ഇപ്പം സമയം ഒരു 5:36 ഞാൻ ഇന്ന് വണ്ടി എടുത്തില്ല. ഇന്ന് ഞാൻ ബസ്സിലാണ് പോയത്. സോ ഇത് വണ്ടി ഞാൻ ഒരു 2-3 മിനിറ്റ് ഓണാക്കിയിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഓട്ടിച്ച്. സോ വണ്ടി അത്ര എൻജിൻ അത്ര വാമായിട്ടില്ല. എന്നൊക്കെ വെച്ചാൽ ഒരു നല്ലൊരു നോർമൽ വാമല്ല, എന്നാലും വണ്ടി എൻജിനൊന്ന് ചെറുതായിട്ട് ഹീറ്റ് ആവണം. എന്നാലേ നമുക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റുമോ. പെട്രോൾ ഇതിനകത്ത് അടിച്ചിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ കുറേ ഓട്ടിച്ച്. പക്ഷേ ഞാൻ പെട്രോൾ ഇതിൻ്റെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. എന്തായാലും കുടിച്ച് നോക്കിയപ്പോൾ കുറച്ചുണ്ട്. എന്തായാലും ഒരു മാക്സിമം ഒരു 100 കിലോമീറ്ററെങ്കിലും അറ്റ്ലീസ്റ്റ് പോകുമെന്ന് വിശ്വസിക്കുന്നു. അത് 100 കിലോമീറ്റർ പോകത്തില്ല. ഓട്ടിക്കുന്ന രീതി അനുസരിച്ച് ചിലപ്പോൾ ഒരു 50-60 കിലോമീറ്ററെങ്കിലും ഇനിയുള്ള പെട്രോൾ കാണും എന്ന് തോന്നുന്നു. സോ ഞാൻ ഇപ്പോൾ പെട്രോൾ അടിക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. സോ ഞാൻ പെട്രോൾ നാളെ അടിക്കുന്നുള്ളൂ. സോ എൻജിൻ കുറച്ച് വാമായിട്ട് മാത്രമേ ഞാൻ ഇപ്പോൾ അത് ചെയ്യാൻ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ഓടിച്ചിട്ട് നോർമലായിട്ട് ഓടിച്ചിട്ട് പിന്നെ ആ എൻജിൻ കുറച്ച് ഹീറ്റ് ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് തിരിച്ച് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. സാധാരണ ഇത് ചില വണ്ടികളൊക്കെ ആണെങ്കിൽ 5ാമത്തെ ഗിയറിൽ പോകുമ്പോഴൊക്കെ ഒരു 20-ന് താഴെ അല്ല 30-ന് താഴെയൊക്കെ നമ്മൾ ഓട്ടിക്കുമ്പോഴത്തേക്ക് എൻജിൻ കിടന്ന് ഇങ്ങനെ അടിക്കണ ഒരു സൗണ്ട് കേട്ടോ. ഇത് ഞാൻ വേണമെങ്കിൽ 30-ന് താഴത്തെ കാണിച്ചു തരാം. എന്നാലും ഇതിനകത്ത് അത്ര എന്താ അടിക്കുന്ന സൗണ്ട്, എൻജിൻ കിടന്ന് അടിക്കുന്ന സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല. ഇപ്പം 40-ന് താന്ന്. എന്നാലും നോർമലായിട്ട് പോയേനെ. നമുക്കിത് പെട്ടെന്ന് കൈ കൊടുത്താൽ കയറി പോകത്തൊന്നുമില്ല, കുറച്ച് ടൈം എടുക്കും. ബട്ട് എന്നാലും സ്റ്റോളാവാണ്ട് വണ്ടി പോകുന്നുണ്ട്. അതിപ്പം വണ്ടി ഒരു ലോറി ഫ്രണ്ടിൽ കയറിയുണ്ട്. എനിക്ക് സ്ലോ ആക്കിയിട്ടുണ്ട്, ഗിയർ ഡൗൺ ആയിട്ടില്ല. ഇപ്പോൾ 25-ലാണ് ഓടണം, എന്നിട്ടും സ്റ്റോളാവാണ്ട് പോകുന്നുണ്ട്. 23-ൽ പോയി, അത് 20-ന് താന്നാൽ സ്റ്റോളാവും. സോ എനിക്ക് അത്ര റിസ്ക് എടുക്കുന്നില്ല. സോ ഞാൻ ക്ലച്ചിലും കൂടെ കൈ പിടിച്ചിട്ടുണ്ട്. കേസ് അടിക്കുന്ന സൗണ്ട് കേൾക്കണമെങ്കിൽ ഞാൻ ക്ലച്ചിൽ പിടിച്ചിട്ട് പിന്നെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടേ വിടുന്നത്. RPM ഒന്ന് ചെറുതായിട്ട് കയറ്റിയിട്ട് പോയി. ഇപ്പം എന്തൊരു 1000 RPM അവിടെ ഓടുന്നത്.
5th ഗിയറിൽ സെറ്റ് കേട്ടോ ഈ വണ്ടി. ഞാൻ ഒന്ന് കൈ കൊടുത്താൽ പെട്ടെന്ന് കയറി പോകത്തില്ല. ഇത് അത്രയ്ക്കുള്ള CC അല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. 125 CC. ഇനി ഇവിടെ ഞാൻ തിരിക്കാം. പെട്രോളും കുറവാണ്, എനിക്ക് അധികം കത്തിച്ച് കളയാൻ പാടില്ല. എന്തായാലും ഞാൻ പെട്രോൾ പമ്പ് പോകുന്നില്ല. ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട്, പക്ഷേ അത് പോത്തൻകോടിന് അടുത്തൊരു പെട്രോൾ പമ്പ്. പക്ഷെ ഞാൻ അവിടെ കയറുന്നില്ല, അത് ഒരു വൃത്തിയുടെ പമ്പാണ്. കാറുകാരനെ കയറ്റി വിടാം, നമുക്ക് ഇവിടുന്ന് വളയ്ക്കാം. സോ ഞാൻ ഇവിടുന്ന് വളച്ച് നേരെ തിരിച്ചു പോകാം. ഓക്കെ, എഞ്ചിനൊക്കെ ഓൾമോസ്റ്റ് ചെറുതായിട്ട് വാമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്ര നല്ല വാമായിട്ടില്ല. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2-3 മണിക്കൂറെങ്കിലും കുറച്ച് നന്നായിട്ട് ഓട്ടിക്കുമ്പോഴത്തേക്കും ആ വാമപ്പിലാണ് പിന്നെ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത്. പക്ഷേ ഇപ്പം നന്നായിട്ട് കേട്ടില്ല. ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അത്രയ്ക്കുള്ള സൗണ്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്തില്ല. സോ അതിൻ്റെ കാരണം എൻജിൻ നല്ല വാമായിട്ടില്ല. ഇത് അറ്റ്ലീസ്റ്റ് ഇത് ഇപ്പം ചെറിയ വാമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നല്ല ഹീറ്റാണ്. ഇവിടെ പാട്ട് കോപ്പറേറ്റ് ചണകം ഈ സ്റ്റേഡിയത്തിൽ ഇന്നും വൈകുന്നേരം കളിയുണ്ട്. ഇവിടുത്തെ പിള്ളേർ തന്നെയാണ് കളിക്കുന്നത്. ഞാൻ ഇവിടുത്തെ ആളല്ല, ഞാനിപ്പോൾ ഇവിടെ വാടകയ്ക്ക് വന്ന്. ഇതൊക്കെ എനിക്കൊരു പുതുമ. സോ ഞാനിപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 2-3 മണിക്കൂറെങ്കിലും വണ്ടി നല്ല ഒരു വാമ് ചെയ്യാണ്ട് നമുക്ക് ആ സൗണ്ട് കിട്ടത്തില്ല. ഇപ്പം ഞാൻ വെച്ച് നോക്കിയപ്പോഴത്തേക്കും കിട്ടിയ ആ സൗണ്ടല്ല എനിക്ക് ഇന്നലെ കിട്ടിയത്. ഞാൻ ഒരു 2-3 മണിക്കൂറൊക്കെ ട്രാഫിക്കിലൊക്കെ ഇട്ട് ഓട്ടിച്ചത് കൊണ്ടായിരിക്കും എൻജിൻ നല്ല ഹീറ്റായി ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. സ്റ്റാൻഡ് എടുത്തിട്ടില്ല.
തേർഡ് ഗിയറിലേക്ക് സുഖമായിട്ട് പോകുന്നുണ്ട്, സ്റ്റോളൊന്നും ആവുന്നില്ല. ഇപ്പോൾ അടിക്കുന്നുണ്ട്, ഡൗൺ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. സോ അത്ര തലക്കേടില്ല. നല്ല പവർഫുൾ എൻജിൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡെയിലി യൂസിനൊക്കെ ഉള്ള നല്ല ഒരു സോളോ ആയിട്ട് ഡെയിലി യൂസിനുള്ള ഇതൊക്കെ ഉണ്ട്. ഫാമിലിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിൽ അത്ര കംഫർട്ടബിൾ സീറ്റ്സ് അല്ല. പിന്നെ എൻ്റെ വണ്ടി ഒന്ന് ചെറുതായിട്ട് ഹീറ്റ് ആകുമ്പോഴത്തേക്കും, അല്ല ഒരു കുറേ നേരം യൂസ് ചെയ്യുമ്പോൾ, ഒരു ഉച്ച സമയത്തൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഹോണ് വർക്കാവുന്ന കുറച്ച് ടൈം എടുക്കും. ചില ടൈമിൽ ഹോണൊന്നും വർക്കാവുന്നില്ല. അത് അടുത്ത എൻ്റെ 4ാമത്തെ സർവീസ് ഇനി വരുന്നുണ്ട്. ഈ മാസം തന്നെ 27-ാം തീയതിക്ക് മുമ്പാണ് എൻ്റെ 4th സർവീസ് വരുന്നത്. സോ അതിനുള്ളിൽ എനിക്ക് സർവീസിന് കൊണ്ട് കൊടുക്കണം. വണ്ടിയുടെ പെട്രോളും കുറച്ച് കുറവാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന് അധികം ഞാൻ വലിപ്പിക്കാൻ നിൽക്കുന്നില്ല. സോ ഞാൻ ഈ വലിപ്പിക്കുന്നതെന്ന് ഉദ്ദേശിച്ചാൽ ഇത് ഫുൾ ഇത് ഞാൻ മൈലേജ് നോക്കിയാണ് ഇപ്പോൾ ഓട്ടിക്കേണ്ടിയിരിക്കുന്നത്. കാരണം എനിക്ക് അധികം പെട്രോൾ ഇതിൻ്റെ പണി കാണിച്ചു. സോ ഇത്രയേ ഉള്ളൂ, ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇനി വേറെ എന്തായാലും ഒന്നും പറയാനില്ല. ശരി.